ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ചരിത കാമാക്ഷി എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കറിയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മുടെ നായികയെ കാണിക്കുകയാണ്. നായികയുടെ പേര് സരിത. രാത്രി സമയത്ത് വളരെ ഡിപ്രഷനിൽ മഴയത്ത് നനഞ്ഞുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസമേ ആകുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ തനിച്ചും മഴയത്ത് നനഞ്ഞുകൊണ്ട് അങ്ങനെ ഡിപ്രഷനോടെ വീടിനുള്ളിൽ പോയി വാതിൽ ലോക്ക് ചെയ്യുന്നു. അവിടെ തന്നെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. എന്താണ് സംഭവിച്ചതെന്ന് തുടക്കത്തിൽ നിന്നും നമ്മളെ കാണിക്കാൻ തുടങ്ങുകയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നായിക വളരെ ഹാപ്പി ആയ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നായികയുടെ അമ്മ മരിച്ചുപോയി. നായികയുടെ അച്ഛനാണ് സിംഗിൾ പാരന്റ് ആയിരുന്ന് നായികയെ വളർത്തുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നായികയുടെ അമ്മായിയും കൂടെ ഇരുന്ന് നോക്കും. രാത്രിയിൽ നമ്മുടെ നായിക പുറത്തിരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മായി ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നായിക എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അച്ഛൻ വരട്ടെ, വന്നതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന്. അയാൾ വരാൻ വൈകും, പട്ടിണി കിടക്കണ്ട, വാ വന്ന് കഴിക്കുമെന്ന് അമ്മായി വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അച്ഛൻ വന്നാലേ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായിക വീണ്ടും പുറത്തിരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നായികയുടെ അച്ഛൻ വീട്ടിൽ വരുന്നു. അപ്പോൾ അമ്മായി ചോദിക്കുകയാണ്, എവിടെ പോയിരിക്കുകയായിരുന്നു, എന്താ എത്ര ലേറ്റ് എന്ന് ചോദിക്കുമ്പോൾ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു, നല്ല വിശപ്പുണ്ട്, പോയി ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാം എന്ന് പറയുന്നു. നിങ്ങൾ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി അവളും കഴിക്കാതിരിക്കുകയാണ് എന്ന് അമ്മായി പറയുമ്പോൾ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് കാര്യം അറിയുന്നത്, നമ്മുടെ നായികയുടെ അച്ഛൻ ഹൈദരാബാദിൽ നായികയ്ക്കായി ഒരു വരനെ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ടെന്നും അത് നല്ലൊരു ആലോചന ആയതുകൊണ്ട് നമ്മുടെ നായികയെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന തീരുമാനത്തിലാണ് ഇരിക്കുന്നതെന്നും പറയുന്നു. ഇത് കേട്ടതും അമ്മായി സന്തോഷിക്കുകയാണ്. അതേസമയം ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് കെട്ടിച്ചു കൊടുക്കണോ? നമ്മുടെ നാട്ടിൽ തന്നെ ചെക്കന്മാരൊന്നുമില്ലേ? ആരും അറിയാത്തൊരു നാട്ടിൽ ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കണോ? വളരെ ദൂരാണ്, അടുത്തേക്കെങ്ങാനും നോക്കാമല്ലോ എന്ന് അമ്മായി ചോദിക്കുകയാണ്. നായികയുടെ അച്ഛൻ പറയുന്നുണ്ട്, അറിയാതെ ഒന്നുമല്ല ഞാൻ ഈ തീരുമാനം എടുത്തത്, എല്ലാം അന്വേഷിച്ചിട്ട് തന്നെയാണ് തീരുമാനം എടുത്തത്. അപ്പോൾ അമ്മായി പറയാണ്, നമ്മുടെ കുട്ടിക്ക് എന്തറിയാം, അടുത്താണെങ്കിൽ നമുക്കും കുട്ടിയെ പോയി കാണാമല്ലോ എന്ന് അവർ പറയുന്നു. ഇത് കാരണം നായികയുടെ അച്ഛനും അമ്മായിയും തമ്മിൽ വഴക്കാവുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെ പ്ലേറ്റിൽ കൈ കഴുകി എഴുന്നേൽക്കുകയാണ്. നായികയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ സങ്കടമാവുന്നുണ്ട്. വിശന്ന് വന്ന മനുഷ്യൻ വെറുതെ വഴക്കിട്ട് ഭക്ഷണം കഴിക്കുന്നതും അമ്മായി കളഞ്ഞല്ലോ എന്ന് കരുതി അമ്മായിയെ 2 ചീത്തയും വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന്, എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അത് ഭക്ഷണത്തോട് കാണിക്കാമോ എന്ന് ചോദിച്ച് അടുത്ത് വന്നിരിക്കുന്നു. നായികയുടെ അച്ഛൻ ചോദിക്കുന്നു, നിന്റെ അമ്മായിയെ വിട്, നിനക്ക് ഈ കല്യാണത്തിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നായിക എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും നോക്കിയിട്ടില്ല, കല്യാണത്തെക്കുറിച്ചിട്ടൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല എന്ന് പറയുന്നു. അതിന് നായികയുടെ അച്ഛൻ പറയാണ്, കല്യാണം എന്നത് ഒരു പയ്യന് ഒരു പെണ്ണിനെ കിട്ടി അല്ലെങ്കിൽ പെണ്ണിന് പയ്യനെ കിട്ടി എന്നർത്ഥമില്ല. 2 പേർക്കും മനോഹരമായ ഒരു കുടുംബം കിട്ടിയതുപോലെയാണ്. കുടുംബത്തിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അത് എല്ലാവരെയും വേദനിപ്പിക്കും. അങ്ങനെ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കല്യാണം എന്നത് 2 പേര് ഒന്നിക്കുന്നതല്ല, 2 കുടുംബങ്ങൾ ഒന്നിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായികയെ കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിക്കുന്നു. നായികയും തൻ്റെ അച്ഛൻ പറയുന്നത് കൊണ്ട് വിവാഹത്തിന് സമ്മതം അറിയിക്കുന്നു. ഇപ്പോൾ നായികയ്ക്കുള്ള കല്യാണ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വന്ന നായികയുടെ അമ്മായി, ഈ സമയത്തെങ്കിലും നിന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട്. നായികയും തൻ്റെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. അതേസമയം അമ്മായി പറയുന്നുണ്ട്, വളരെ ദൂരെ കൊണ്ടുപോയിട്ടാണ് നിന്റെ അച്ഛൻ കല്യാണം ചെയ്തു കൊടുക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ഒന്ന് വന്നാൽ ആര് നോക്കുമെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നായികയും അതോർത്ത് ഭയപ്പെടുന്നു. ആ സമയം നോക്കി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ അമ്മ ആ മേക്കപ്പ് റൂമിലേക്ക് വരുന്നു. എന്താ എത്ര സ്ലോ ആയി റെഡി ആവുന്നത് എന്ന് ചോദിച്ചിട്ട് നായികയുടെ കയ്യിൽ ഒരു മാല കൊടുക്കുന്നു. ഇത് തന്നെ ഇടണം, വേഗം റെഡിയായി വാ എന്ന് പറഞ്ഞിട്ട് പയ്യൻ്റെ അമ്മ ഇങ്ങനെ വന്ന് വളരെ സ്ട്രിക്റ്റ് ആയി സംസാരിച്ചു പോകുന്നത് കണ്ടിട്ട് നായിക കുറച്ച് ഭയപ്പെടുന്നു. പുറത്തു പോയ അവർ തിരികെ ഉള്ളിലേക്ക് വരികയാണ്. നായികയോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു. എൻ്റെ വീട്ടിൽ പെൺകുട്ടികളൊന്നുമില്ല, മകൻ മാത്രമേ ഉള്ളൂ, നീ എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നവളാണ്, നിന്നെ ഞാൻ ഒരു മരുമകളായിട്ടൊന്നും ട്രീറ്റ് ചെയ്യില്ല, മകളായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക, നീ എൻ്റെ സ്വന്തം മകളാണ്, ഞാൻ നിന്നെ നല്ലതുപോലെ നോക്കിക്കോളാമെന്ന് പറയുമ്പോൾ നമ്മുടെ നായിക ചിരിക്കുന്നു. അപ്പോഴാണ് നായികയുടെ ആ പേടിയൊക്കെ മാറി, അല്ലെങ്കിലും നമ്മുടെ അമ്മായിയും ഉണ്ടല്ലോ നോക്കിക്കോളും എന്നൊരു തോന്നൽ വരുന്നത്. അതിനുശേഷം ഇരുവരുടെയും മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മുടെ നായികയ്ക്കും നവീൻ എന്ന ആൾക്കും വിവാഹം നടക്കുന്നു. കല്യാണം കഴിഞ്ഞ കൈയോടെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നായികയെ പറഞ്ഞയക്കുന്നു. നായികയുടെ അച്ഛൻ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് യാത്രയാക്കുന്നത്. നായികയും വളരെ ഫീൽ ചെയ്ത് തന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ പോയ ഉടനെ വീട്ടിലുള്ള എല്ലാവരും വളരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദൃഷ്ടിയൊക്കെ ഒഴിഞ്ഞ് കളഞ്ഞിട്ട് വീടിനുള്ളിലേക്ക് കയറ്റുന്നു. ശേഷം ഇവർ 2 പേർക്കും ആദ്യരാത്രിക്കുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. നായിക ഒരു ഗ്ലാസ് പാലുമായി വളരെ പേടിയോടെ റൂമിനുള്ളിലേക്ക് പോവാണ്. തന്റെ ഭർത്താവിനോട്, ഈ റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ലോക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ ലോക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോയി ലോക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നായിക ആദ്യമായി ആ റൂം ചുറ്റിപ്പറ്റി ഒന്ന് നോക്കുകയാണ്. റൂം മുഴുവനും സിനിമാ പോസ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ടേബിളിന് മുകളിൽ ആ ട്രഡീഷണൽ ടൈപ്പ് റൈറ്റർ മെഷീനും ഉണ്ട്. ശരി, വാ വന്നിരിക്കുക എന്ന് ഭർത്താവ് പറയുന്നു. എന്നാൽ നായിക വേണ്ട, കുഴപ്പമില്ല എന്ന് പറയുന്നു.
കുഴപ്പമില്ല ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇരിക്കുന്നു. സംസാരിക്കാൻ വളരെ മടിയാണ്. ഇതുവരേക്കും ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചിട്ടില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴാണ് ആദ്യമായി പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്ന ഒന്ന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴൊക്കെ ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുൻപേ ചെറുക്കനും പെണ്ണും സംസാരിച്ച് അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരുടെയും വിവാഹ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ രണ്ടുപേരും സൈലന്റ് ആയിരിക്കുകയാണ്. അതും ഏത് ലെവലിലാണെന്ന് വെച്ചാൽ ആ റൂമിനുള്ളിൽ ഓടുന്ന ഫാനിന്റെ ശബ്ദം വരെ ഡോൾബി അറ്റ്മോസിൽ കേൾക്കുന്നത് പോലെ തോന്നും. അതെന്ത് ശബ്ദമാണ് എന്ന് നായിക ചോദിക്കുന്നു. ഫാനിന്റെ ശബ്ദമാണ് എന്ന് ഭർത്താവ് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് വീണ്ടും സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോ പടപെടാന്ന് ശബ്ദം. എന്താണെന്ന് നോക്കുമ്പോൾ റൂമിലെ ജനൽ കാറ്റിലാടുന്നതാണ്. ഞാൻ പോയി ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഭർത്താവ് എഴുന്നേറ്റ് പോയി ലോക്ക് ചെയ്യുന്നു. പെട്ടെന്ന് പവർ കട്ടാവുന്നു. നായിക വളരെ ഭയപ്പെടാൻ തുടങ്ങാണ്. പേടിക്കേണ്ട, റൂമിനുള്ളിൽ തന്നെ റാന്തൽ വിളക്കുണ്ട്, ഞാനത് കത്തിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അത് കത്തിക്കുന്നു. റാന്തൽ വിളക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് നായിക പറയുമ്പോൾ കൽക്കത്തയിൽ ഒരു തവണ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് അയാൾ പറയുന്നു. പെട്ടെന്ന് കറണ്ടും വരുന്നുണ്ട്. വളരെ നേരമായി ഒന്നും സംസാരിക്കാതിരുന്നത് കൊണ്ട് നായികയുടെ ഭർത്താവ് തന്നെ ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന്. അതെ പറയണം, പക്ഷെ അതെങ്ങനെ പറയണമെന്ന് അറിയില്ല, ഇതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ എന്തിനെക്കുറിച്ച് എന്ന് ഭർത്താവ് ചോദിക്കുന്നു. ആദ്യരാത്രിയെക്കുറിച്ച്. കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു, എന്നാൽ ആദ്യരാത്രിയെ കുറിച്ചിട്ടൊന്നും ഞാൻ ചിന്തിച്ചതേയില്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറയുമ്പോൾ ഭർത്താവിന് ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ശരി, ഞാൻ പുറത്തു പോയി കിടക്കാമെന്ന് പറഞ്ഞ് പായം കിടക്കുകയൊക്കെ എടുക്കുകയാണ്. എന്നാൽ നായിക വേണ്ട, പുറത്തു പോയി കിടന്നാൽ എല്ലാവരും എന്താണെന്ന് ചോദിക്കും, ഇവിടെ തന്നെ കിടന്നുറങ്ങാം എന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ തന്നെ ഇവർ രണ്ടുപേരും കിടക്കുന്നു. അപ്പോൾ നായികയുടെ ഭർത്താവ് ചോദിക്കുകയാണ്, ഇന്നാണോ ആദ്യമായി അച്ഛനെ പിരിഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് നായിക മറുപടി പറയുന്നു. നിന്റെ അച്ഛന് നിന്റെ മേൽ വലിയ സ്നേഹമായിരിക്കും അല്ലേ, നിന്നെ പിരിയുന്നതിൽ അയാൾക്ക് വലിയ സങ്കടമുണ്ട് എന്ന് പറയുമ്പോൾ നായിക പറയാണ്, അതെ എനിക്ക് അദ്ദേഹം ജീവനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഭർത്താവ് പറയുന്നു. അത് മാത്രമല്ല, നിന്റെ അച്ഛൻ അടുത്തില്ലെന്ന് കരുതി നീ എപ്പോഴും വിഷമിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ഞാനുണ്ട്, നിന്നെ ഞാൻ നന്നായി നോക്കിക്കോളാം. അത് മാത്രമല്ല, എപ്പോഴൊക്കെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പ്രോമിസ് ചെയ്യുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നായികയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. നമ്മൾ തെറ്റായ ഒരാളെ അല്ല കല്യാണം കഴിച്ചത്, നല്ലൊരാളെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം രാവിലെ നായികയുടെ ഭർത്താവ് കണ്ണു തുറക്കുന്നു. നായിക കുളിച്ചു വന്ന് റെഡിയായി നിൽക്കുകയാണ്. അത് കണ്ട ഉടനെ ഇയാൾ പോയി റൊമാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ഹാപ്പിയായി ചിരിച്ച് സംസാരിക്കുന്നു. നോക്കുമ്പോൾ ഇതെല്ലാം ഒരു സ്വപ്നമാണ്. നായിക സമയം ചോദിച്ചത് കൊണ്ട് ഇയാൾക്ക് അടുത്തേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. വളരെ മടി കാണിക്കുന്നുണ്ട്. നായികയുടെ അമ്മായിയമ്മ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായിക പോയിട്ട് ഞാൻ സഹായിക്കാം, ഞാൻ വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇല്ല കുഴപ്പമില്ല, ഇന്നലെ വന്നത്, വേറൊരു ദിവസം നീ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഞാനെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ താല്പര്യം കാണിക്കുന്നു. ശരി എന്ന അമ്മായിയമ്മയും സമ്മതിക്കുകയും നമ്മുടെ നായിക തന്നെ കോഫിയൊക്കെ ഇടാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു. കുറച്ചായി നായികയും ഭർത്താവും ഇപ്പോൾ സംസാരിക്കാൻ തന്നെ തുടങ്ങുകയാണ്. ഭർത്താവ് തന്റെ ഫ്രണ്ടിനെ ഭാര്യയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. പുള്ളിയും ഇവരുടെ കല്യാണത്തിന് ഗിഫ്റ്റ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നു, ഒരു ഫോട്ടോ ഫ്രെയിം. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം നായികയുടെ ഭർത്താവ് റൂമിലിരുന്ന് വളരെ സീരിയസ് ആയി എന്തോന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായികയ്ക്ക് അതെന്താണെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ പുള്ളിക്ക് ദേഷ്യം വരുമോ എന്ന് പേടിച്ച് ഒളിച്ചു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് തന്നെ അവളെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് ഇതുവരെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് കയ്യിൽ കൊടുക്കുന്നു. വായിച്ചു നോക്ക് എന്ന് പറയുന്നു. അത് നമ്മുടെ നായിക വായിക്കാൻ തുടങ്ങുന്നു. അതിൽ പ്രണയ കവിതകളൊക്കെ ഉണ്ടായിരുന്നു. അത് നായികയ്ക്ക് വേണ്ടി മാത്രം എഴുതിയതുപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് നമ്മുടെ നായിക വൈകാരികമായി ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ് നായികയ്ക്ക് മനസ്സിലാവുന്നത് ഭർത്താവിനുള്ളത് സിനിമ മോഹമാണെന്ന്. അയാൾ സിനിമയിൽ എങ്ങനെയെങ്കിലും ഷൈൻ ചെയ്യണമെന്ന് കരുതി കഥയും കവിതയെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നു. രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ പല്ല് തേക്കാനായി വീടിന്റെ പുറകിലേക്ക് പോകുന്നു. അവിടെ നിറയെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ചെടികൾക്ക് മുകളിൽ തന്നെ പല്ല് തേച്ച് തുപ്പും. ഇയാൾ തുപ്പുന്നത് കാരണം ആ സ്ഥലം തന്നെ കാണാൻ കൊള്ളാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ നായിക കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മായിയമ്മ ചോദിക്കുകയാണ്, ഭർത്താവ് എന്ത് ചെയ്യാണ് എന്ന്. എന്തോന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നായിക പറയുമ്പോൾ എപ്പോൾ നോക്കിയാലും ഇങ്ങനെയാണ്, എന്തൊക്കെയോ ചിന്തിച്ച് എഴുതിക്കൊണ്ടിരിക്കും. സിനിമ അവസരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവനെ കല്യാണം കഴിപ്പിക്കാനായി എത്രയോ ആലോചനകൾ വന്നതാണ്. എല്ലാ ആലോചനകളും ഇവൻ ക്യാൻസൽ ചെയ്തു. എന്നാൽ നിന്നെ മാത്രം എന്താണെന്ന് അറിയില്ല, കാണാതെ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ നായികയുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാവുന്നു. ശരി, അവൻ എഴുന്നേറ്റ് കാണുമെന്ന് തോന്നുന്നു. പല്ല് തേക്കാനുള്ളതെല്ലാം എടുത്തു വെക്കേ എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞ് നായിക പോകുന്നു. പതിപോലെ ഭർത്താവ് പല്ല് തേക്കാനായി ബാക്ക് സൈഡിലേക്ക് പോകുന്നു. ആ ചെടികൾക്ക് മുകളിലല്ലേ മുഴുവൻ തുപ്പി വെച്ചിരിക്കുന്നത്. ആ ചെടികളൊക്കെ നായിക ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒരു സിനിമ പോസ്റ്റർ വെക്കുന്നു. പുള്ളി സിനിമയെ ദൈവമായിട്ടല്ലേ കാണുന്നത്, അതുകൊണ്ട് അവിടെ പല്ല് തേച്ച് തുപ്പാൻ അയാൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇയാൾ വേറെ എവിടേക്കെങ്കിലും പോയി തുപ്പുകയാണ്. അങ്ങനെ ആ സ്ഥലം നാശമായില്ല. ഇങ്ങനെ സിംബോളിക്കായി നായിക ഒരു കാര്യം ചെയ്തു വെക്കുന്നു. അത് നായികയുടെ ഭർത്താവും മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നായികയുടെ കൈ പിടിക്കുന്നുണ്ട്. നായികയ്ക്ക് വല്ലാത്തൊരു നാണമുണ്ട്. അപ്പോഴാണ് ഭർത്താവ് പറയുന്നത്, എനിക്ക് സിനിമയിൽ അവസരം ലഭിക്കുന്നത് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ആദ്യം നിന്നോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നായികയും വളരെ സന്തോഷിക്കുന്നുണ്ട്. രാത്രി വീടിന്റെ ടെറസിൽ ഇയാൾ നിൽക്കുകയാണ്. ആ സ്ഥലത്തേക്ക് നായിക പോകുന്നുണ്ട്. അപ്പോൾ നായികയോട് ഭർത്താവ് പറയുന്നുണ്ട്,
സത്യത്തിൽ എപ്പോഴും സിനിമ എന്ന സിനിമയുടെ കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നത് കാരണം ഞാൻ എൻ്റെ അമ്മയെ ഒട്ടും ശ്രദ്ധിച്ചിരുന്നില്ല. അതൊരു വശത്ത് എനിക്ക് വലിയ ഡിപ്രഷൻ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ നീ വന്നതുകൊണ്ട് നീ നോക്കിക്കോളുമെന്ന വിശ്വാസം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ, അമ്മയെ ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ കാര്യമോ എന്ന് ചോദിക്കുന്നു. എന്നെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. സിനിമയിൽ നന്നായി ഷൈൻ ചെയ്യണം, അമ്മയെ നന്നായി നോക്കണം, അത്രമാത്രം എന്ന് പറയുമ്പോൾ, അപ്പോൾ എന്നെക്കുറിച്ച് എന്ന് നായിക ചോദിക്കുന്നു. ഭർത്താവ് അങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ നായിക ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. എനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നെ മാത്രം എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് നായിക ചോദിക്കുകയാണ്. നിന്നെ കണ്ട ഉടനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ആളാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നിന്നെ സെലക്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ, അതെങ്ങനെയാണ് കണ്ട ഉടനെ അറിയുന്നത് എന്ന് നായിക ചോദിക്കുന്നു. അപ്പോൾ ഭർത്താവ് പറയാണ്, എനിക്ക് വേണ്ടി ഒരുപാട് പെൺകുട്ടികളെ കണ്ടിരുന്നു. കണ്ട പെൺകുട്ടികളെ കുറിച്ചെല്ലാം എൻ്റെ അമ്മ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നിന്നെ കണ്ടതിന് ശേഷം മാത്രം വളരെ കോൺഫിഡൻ്റ് ആയി ചില കാര്യങ്ങൾ അമ്മ പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് എന്ന് ഭർത്താവ് പറയുന്നു. അതിനുശേഷം സംസാരിച്ചിട്ട് ഇവർ രണ്ടുപേരും താഴേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം നായികയുടെ ഭർത്താവ് ഒരു കഥ എഴുതി വെച്ചിരുന്നില്ലേ, ആ കഥ കൊണ്ടുപോയി ഒരു പ്രൊഡ്യൂസറോട് പറയുന്നു. ആ പ്രൊഡ്യൂസർ ആ കഥ സിനിമയാക്കാനൊക്കെ പറയുന്നുണ്ട്. നായികയും ഭർത്താവിനോട് തന്നെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഭർത്താവും നായികയ്ക്കായി ഓഡിഷനൊക്കെ നടത്തുന്നുണ്ട്. അതിൽ ഒരു പെൺകുട്ടി വന്ന് പങ്കെടുക്കുന്നു. ആ കുട്ടിയെ പ്രൊഡ്യൂസർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ ആ കുട്ടി അനുസരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് നായികയുടെ ഭർത്താവിനെ പറഞ്ഞു വിടുന്നു. ആ കുട്ടി ഓഡിഷനിൽ സെലക്ട് ആയതറിഞ്ഞ് വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് നായികയുടെ ഭർത്താവ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത്. സത്യത്തിൽ സിനിമ എന്നത് നമ്മളെപ്പോലെ ട്രൈ ചെയ്യുന്നവർക്ക് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിനക്കറിയാം. നിനക്ക് ആ അവസരം കിട്ടിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ നിന്നെ വെച്ച് പടം ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ പ്രൊഡ്യൂസർ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാ, അതിനുശേഷം നീ വിചാരിച്ചതുപോലെ നടിയാകാം എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് വളരെ സങ്കടമാവുന്നു. എന്താണിത്, സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയാണല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ ആ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാതെ ഒരു 5 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്തു പോ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ നായികയുടെ ഭർത്താവും ഫ്രണ്ടും ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷനിലിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് ഫ്രണ്ടിനോട് പറയാണ്, ഇതേപോലെ പ്രൊഡ്യൂസറെ കണ്ടു, എൻ്റെ പ്രൊഡ്യൂസർ കഥ ഓക്കെ പറഞ്ഞു, എന്നാൽ ഓഡിഷന് വന്ന ആ പെൺകുട്ടിയോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നടാ, ഞാനും പോയി ആ കുട്ടിയോട് സംസാരിച്ചിട്ട് വന്നു എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ചീത്ത പറയാണ്. എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, ആ മനുഷ്യൻ അങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു എന്ന് വെച്ച് നീ പോയി ആ പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിക്കോ എന്ന് ചോദിക്കുമ്പോൾ, ആ മനുഷ്യൻ എന്ത് ചെയ്താൽ നമുക്കെന്താ, എൻ്റെ കഥ സിനിമയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ ഒരു അവസരം കിട്ടുക എന്നത് എത്ര കഷ്ടപ്പാടാണെന്ന് അറിയാമോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നീയും ഈ ഫീൽഡിൽ തന്നെയല്ലേ ഉള്ളത്, അയാളുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് എന്താടാ കാര്യം, അയാൾ ഒരു ജോലി തന്നു, ഞാൻ ആ ജോലി ചെയ്തു, അത്രമാത്രം എന്ന് നായികയുടെ ഭർത്താവ് വളരെ സാധാരണമായ മറുപടി പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നവീന്റെ ഫ്രണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും നീ ചെയ്തത് തെറ്റാണെന്ന്. എന്നാൽ ഭർത്താവ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ശരി, അത് തെറ്റ്, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നാൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരെയുള്ളൂ. എന്തെങ്കിലും ഒരു പ്രയത്നം ചെയ്താൽ മാത്രമേ മുകളിൽ വരാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പറയാണ്, പ്രയത്നിക്കുന്നത് തെറ്റല്ല, നമ്മൾ പ്രയത്നിക്കുന്ന റൂട്ടും കറക്റ്റ് ആയിരിക്കണം, എന്നാൽ നീ എടുത്തിരിക്കുന്ന റൂട്ട് വളരെ തെറ്റായ റൂട്ടാണ് എന്ന് വാർണിംഗ് കൊടുക്കുന്നു. എന്നാലും നായികയുടെ ഭർത്താവ് ന്യായീകരിച്ച് തന്നെ സംസാരിക്കുകയാണ്. ദേഷ്യത്തിൽ ഡോറ് തുറന്ന് പുറത്തു പോകാമെന്ന് വിചാരിക്കുമ്പോൾ കറക്റ്റായി നമ്മുടെ നായിക കോഫി എടുത്തുകൊണ്ട് വരികയാണ്. പുറത്തേക്ക് പോയ സ്പീഡിൽ നായികയുടെ മേൽ തട്ടി ആ കോഫി മുഴുവൻ അവളുടെ ദേഹത്ത് വീഴുന്നു. ഭയങ്കര ചൂടായിരുന്നു എന്ന് തോന്നുന്നു. നായികയുടെ അമ്മായിയമ്മ വന്നിട്ട് എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് ഒച്ചയിടാൻ തുടങ്ങാണ്. ഞങ്ങളും ഈ വീട്ടിൽ തന്നെയാണുള്ളത്, എന്താ നീ ഞങ്ങളെക്കുറിച്ച് കെയർ ചെയ്യാത്തത്, എപ്പോൾ നോക്കിയാലും സിനിമ എന്ന് പറഞ്ഞ് നടന്ന് ചുറ്റുമുള്ളവരെ ഒന്നും ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായി ഒച്ചയെടുക്കുന്നു. അതിനുശേഷം ഭാര്യയോട് ഇയാൾ സോറി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നായികയുടെ ഭർത്താവ് വീണ്ടും പ്രൊഡ്യൂസറെ കാണാനായി പോവാണ്. ഈ പ്രൊഡ്യൂസർ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് സാധാരണമായി സംസാരിക്കുന്നു. നന്നായി പോകുന്നുണ്ട് സാർ, കഥയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു, കഥ വളരെ മനോഹരമായി വന്നിട്ടുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കഥ കേൾക്കാനുള്ള ഇൻട്രസ്റ്റിലല്ല ഞാനിപ്പോൾ, നായികയുടെ കഥ എന്തായി എന്ന് ചോദിക്കുന്നു. എനിക്ക് എങ്ങനെയാണോ ഇതൊരു ആദ്യത്തെ സിനിമയാവുന്നത് അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടിക്കും ഇത് ആദ്യത്തെ സിനിമ. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാർ, ഉറപ്പായും അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ, ആദ്യം ആ കുട്ടിയോട് പോയി സംസാരിച്ച് കൺവിൻസ് ചെയ്യാനുള്ള വഴി നോക്ക്, അതിനുശേഷം നമുക്ക് കഥയെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു വിടുന്നു. അവിടെ നിന്നും ഇയാൾ ഇറങ്ങി വരികയാണ്. അപ്പോഴും ഫ്രണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെ വരും. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. അതിനും ഭർത്താവ് പറയുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ അഡ്വൈസ് ചെയ്യുന്നത്, അയാൾ എന്തൊക്കെയോ ചെയ്തു പോട്ടെ, പറഞ്ഞത് ചെയ്തിട്ട് നമ്മുടെ കഥ ഡെവലപ്പ് ചെയ്യാനുള്ള വഴി നോക്കാം എന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഫ്രണ്ട് ചീത്ത വിളിക്കുന്നുണ്ട്. ഭർത്താവ് ഫ്രണ്ടിനെ പാതി വഴിയിൽ തന്നെ ഇറക്കി വിട്ട് പോവാണ്. അതിനുശേഷം ഓഡിഷനിൽ സെലക്ട് ആയ ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്യാനായി പോകുന്നു. ആ പെൺകുട്ടി പറയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, ഇതിനൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ കഴിയില്ല എന്ന്, പിന്നെയും വന്ന് സംസാരിച്ചാൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ നായികയുടെ ഭർത്താവ് പറയാണ്, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്, ഒരു 5 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്തു പോയാൽ നമ്മുടെ രണ്ടുപേരുടെയും ലൈഫ് സെറ്റിൽ ആകുമല്ലോ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ദേഷ്യം വരുന്നു. ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന രീതിയാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ അതിന് നായികയുടെ ഭർത്താവ് പറയാണ്, ഈ അവസരത്തിന് വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ ആ അവസരം ഒരു പ്രൊഡ്യൂസർ ശരിയാക്കി തരാമെന്ന് പറയുന്നു.
നീ മാത്രം കുറച്ചൊന്ന് സഹകരിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ഭയങ്കരമായി ചീത്ത വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഭർത്താവ് ഇങ്ങനെ മോശമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന കാര്യം അറിയാത്ത ഭാര്യ ഭർത്താവിനോട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രണയം വെളിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനുശേഷം വീടിന്റെ ബാക്ക് സൈഡിലിരുന്ന് തലയിൽ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മായിയമ്മ വന്ന് കണ്ടിട്ട്, എന്താ നീ തന്നെ തലയിൽ എണ്ണ തേച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് തേച്ച് തരില്ലേ എന്ന് പറഞ്ഞ് മരുമകളെ വിളിച്ചിരുത്തി തലയിലൊക്കെ എണ്ണ തേച്ച് കൊടുക്കുന്നു. നീ നിന്റെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടല്ലോ, അച്ഛനെ വിളിച്ച് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ ഒരാളുടെ വീട്ടിൽ മാത്രമാണ് ഫോണുള്ളത്, അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് അച്ഛനെ വിളിപ്പിച്ചിട്ട് വേണം സംസാരിക്കാൻ, ഫോണുള്ളയാൾ വീട്ടിലുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഉണ്ടാവില്ല, അതുകൊണ്ട് നേരിട്ട് പോയി കണ്ടാലേ നടക്കൂ എന്ന് പറയുമ്പോൾ, നിനക്ക് നേരിട്ട് കാണണമെന്ന് തോന്നുവാണെങ്കിൽ സമയം കളയാതെ നീ പോയി കണ്ടിട്ട് വാ എന്ന് പറയുന്നു. അദ്ദേഹം എന്നെ കൊണ്ടുപോവോ എന്ന് നായിക ചോദിക്കുകയാണ്. അതിനെന്താ, അവൻ കൊണ്ടുപോകുമല്ലോ എന്ന് അമ്മായിയമ്മ പറയുന്നു. അതിനുശേഷം ഭർത്താവ് താൻ സമ്പാദിച്ച കാശെല്ലാം കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുന്നു. വീട്ടിലിരുന്ന് കണക്കുകളൊക്കെ നോക്കുന്നു. അമ്മ പറയാണ്, ഉള്ള കാശ് മുഴുവനും നീ എനിക്ക് തന്നെ തന്നല്ലോ, നിന്റെ ചെലവിനായി നീ എടുത്തു വെച്ചോ എന്ന് പറഞ്ഞ് തിരികെ കൊടുക്കുന്നു. അതിനുശേഷം അമ്മായിയമ്മ തന്നെ, നിങ്ങൾ കുറച്ചു നേരം പുറത്തിരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നു. ഇപ്പോൾ നായികയും ഭർത്താവും പുറത്തിരുന്ന് നോർമലായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ച് ഇവർ രണ്ടുപേർക്കും ഇടയിൽ പതുക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ തുടങ്ങുന്നു. നാൾക്ക് നാൾ നായികയ്ക്ക് ഭർത്താവിനെ വളരെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അതിനുശേഷം ഭർത്താവിനോട് പുറത്തു കൊണ്ടുപോകാൻ പറയാമെന്ന ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. എന്നാൽ ഭർത്താവ് വറക്കുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും റെഡിയായി ഇറങ്ങിപ്പോവാണ്. നായികയ്ക്ക് സങ്കടമാവുന്നുണ്ട്. ഇത് ഭർത്താവ് മനസ്സിലാക്കും. പുറത്തു പോയിട്ട് കോൾ ചെയ്യാണ്. എന്തു പറ്റി, നിന്നെ പുറത്തു കൊണ്ടുപോകാത്തതിന് ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നായിക മറുപടിയൊന്നും പറയാതിരിക്കുകയാണ്. ഉള്ളത് പറ എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റായി അമ്മായിയമ്മ വന്ന് നായികയെ വിളിക്കുകയാണ്. അമ്മ വിളിക്കുന്നു, ഞാൻ വയ്ക്കുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അമ്മായിയമ്മയ്ക്ക് കൈകാലൊക്കെ വേദനിക്കുമെന്ന് പറഞ്ഞ് അയഡെക്സ് ഒക്കെ തേച്ച് തരാൻ പറയാണ്. നായികയും അത് തേച്ച് കൊടുക്കുമ്പോൾ വീണ്ടും ഫോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അറ്റൻഡ് ചെയ്താൽ ഭർത്താവാണ് സംസാരിക്കുന്നത്. മുൻപ് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. നന്നായി തന്നെ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. അതും റൊമാൻറ്റിക്കായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇപ്പോൾ നായികയുടെ ഭർത്താവ് ആ പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസർ ചോദിക്കുകയാണ്, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ എന്ന്. ഭർത്താവ് പറയാണ്, എല്ലാം നന്നായി തന്നെ പോകുന്നു സാർ, പക്ഷേ ആ ഒരു കാര്യം മാത്രം നടന്നില്ല. ഞാൻ എത്രയോ കൺവിൻസ് ചെയ്ത് നോക്കി, എന്നാൽ ആ കുട്ടി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ, ആദ്യം നീ പറഞ്ഞു അവൾ തീർച്ചയായും സമ്മതിക്കുമെന്ന്, എന്നാൽ ഇപ്പോൾ നീ വന്ന് പറയുന്നു അവൾ സമ്മതിക്കില്ലെന്ന്. തെലുങ്ക് പെൺകുട്ടികളെ എടുത്താൽ ഇങ്ങനെയാണ്, സഹായം ചോദിച്ചു വന്ന് നിൽക്കും, എന്നാൽ നമുക്കൊരു സഹായം ചെയ്യുകയില്ല. നീ ഒരു കാര്യം ചെയ്യേ, ഒരു ഹിന്ദിക്കാരെ കുട്ടിയെ കണ്ടുപിടിച്ചുകൊണ്ട് വാ, അതിനുശേഷം നമ്മുടെ പടത്തിന്റെ കാര്യങ്ങൾ തുടങ്ങാം എന്ന് പറയുമ്പോൾ ഭർത്താവിന് വലിയ വിഷമമാവുന്നു. എൻ്റെ കഥയ്ക്ക് ഒരു തെലുങ്ക് പെൺകുട്ടി അഭിനയിച്ചാലേ സാർ കറക്റ്റ് ആയിരിക്കും, പെർഫോമൻസിന് സ്കോപ്പ് ഒരുപാടുണ്ട് എന്ന് പറയുമ്പോൾ അവൾ സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ട് വേറൊരു കുട്ടിയെ കൊണ്ടുവരാൻ പ്രൊഡ്യൂസർ പറയുന്നു. ഈ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഇയാളുടെ കൂടെ അഡ്ജസ്റ്റ്മെന്റിൽ നിന്നാൽ മാത്രമേ ആ കുട്ടിയെ അഭിനയിപ്പിക്കുകയുള്ളൂ, അവസരം കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തു പോകാനും ആളുകളുണ്ട്, എന്നാൽ ഞാൻ പറയുന്ന ആളെ തന്നെ വേണം എന്ന് പ്രൊഡ്യൂസർ പറയുന്നു. അപ്പോൾ ഭർത്താവിന് നായികയുടെ കോൾ വരികയാണ്. എവിടെയാണ്, എന്ത് ചെയ്യാണെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോഴാണ് ജോലി കഴിഞ്ഞത്, ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാണുള്ളത് എന്ന് പറയുമ്പോൾ, ഓ നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, സത്യത്തിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നില്ലേ എനിക്ക് കുറച്ച് പേടിയുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും പ്രിപ്പയർ ആയിട്ടില്ല എന്ന്, എന്നാൽ ഇപ്പോൾ എനിക്ക് പേടിയൊക്കെ പോയി, ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ആദ്യ രാത്രി വെക്കാം എന്ന് നാണത്തോടെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനായി നമ്മുടെ നായിക പോയി റെഡിയാകാൻ തുടങ്ങുന്നു. ഭർത്താവിൻ്റെ വരവിനായി നായിക കാത്തിരിക്കുകയാണ്. എന്നാൽ ഭർത്താവ് ഒരുപാട് നേരമായിട്ടും വരുന്നില്ല. അതേസമയം നായികയുടെ അമ്മായിയമ്മയ്ക്ക് പെട്ടെന്ന് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുന്നു. അവർ ഒരു വശത്ത് വയ്യാത്ത കിടക്കുകയാണ്. അപ്പോൾ നായിക പോയി പറയാണ്, പെട്ടെന്ന് തന്നെ അദ്ദേഹം വരും, വന്നതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന്. അതിനുശേഷവും ഒരുപാട് സമയമാവുന്നുണ്ട്. ഭർത്താവ് വരുന്നേയില്ല. ശരി, കോൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നായിക വീട്ടിൽ നിന്നും കോൾ ചെയ്യുന്നു. എന്നാൽ കോള് പോകുന്നില്ല. അതിനുശേഷമാണ് നായികയ്ക്ക് കുറച്ച് ഭയവും ടെൻഷനും വരുന്നത്. മറ്റൊരു വശത്ത് നായികയുടെ അമ്മായിയമ്മയ്ക്ക് സുഖമില്ലാതെ അവൻ വന്നോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വന്നു, അടുത്തുവരെത്തി എന്ന് നായിക അമ്മായിയമ്മയോട് പോയി പറയും. അപ്പോൾ അവരെ തൊട്ടു നോക്കുമ്പോഴാണ് അറിയുന്നത് അമ്മായിയമ്മയ്ക്ക് കടുത്ത പനിയുണ്ടെന്ന്. ഇവരുടെ ശാരീരികാവസ്ഥ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന ഡയറിയിൽ നായികയുടെ ഭർത്താവിന് ഫ്രണ്ടിൻ്റെ നമ്പറുണ്ട്. ഫോൺ വിളിച്ച് ഭർത്താവ് അടുത്തുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എൻ്റെ കൂടെ അല്ല എന്ന് അയാൾ പറയുന്നു. കോൾ ചെയ്ത് നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഒരുപാട് നേരമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ പുറകിൽ ബെഡിൽ അമ്മായിയമ്മ ഭയങ്കരമായി ചുമയ്ക്കാൻ തുടങ്ങുകയാണ്. ബെഡിൽ നിന്നും താഴെ വീഴുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് പറ്റിയെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് അവർക്ക് ഭയങ്കരമായി ഹാർട്ടിൽ പെയിൻ വന്നിട്ടുണ്ടെന്ന്. അയൽക്കാരെ എല്ലാം വിളിച്ച് നായിക അമ്മായിയമ്മയെ ഒരു ഓട്ടോയിൽ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ചികിത്സിക്കാനായി അമ്മായിയമ്മയെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. റിസപ്ഷനിലുള്ള ടെലിഫോൺ ഉപയോഗിച്ച് സ്വന്തം ഭർത്താവിന് കോൾ ചെയ്യാമെന്ന് കരുതി വിളിച്ചാൽ അപ്പോഴും കോള് പോകുന്നില്ല. റിസപ്ഷനിൽ നിൽക്കുന്നവൻ പറയുന്നുണ്ട്, ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം, 2-3 ലക്ഷം രൂപ വരെ ചിലവാകും, ആദ്യം 20,000 രൂപ അടയ്ക്ക്, എന്നാൽ മാത്രമേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. നായികയുടെ കയ്യിൽ ഒട്ടും കാശില്ല. ഭർത്താവാണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുമില്ല. കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് നായിക തന്റെ കഴുത്തിലുള്ള മാല ഊരി വയ്ക്കുകയാണ്. അപ്പോൾ റിസപ്ഷനിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ മാലയൊന്നും വാങ്ങില്ല, ദയവ് ചെയ്ത് പോയി കാശ് കൊണ്ടുപോവാ എന്ന് പറയുന്നു. എന്നാൽ നായിക ഒന്നും പറയാതെ അവിടെ പോയി സൈലന്റ് ആയി ഇരിക്കുകയാണ്.
ആ സമയത്ത് ഭർത്താവിൻ്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഭർത്താവിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഉടനെ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് അറിയുന്നത് പോലീസ് ഇൻസ്പെക്ടർ എന്തോ ഒരു കാരണത്തിനായി നായികയുടെ ഭർത്താവിനെ പിടിച്ച് ലോക്കപ്പിൽ അടച്ചിരിക്കുകയാണെന്ന്. അവിടെ വെച്ചാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത്. എന്തുകൊണ്ടാണ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ആ പെൺകുട്ടിയെ ഈ പ്രൊഡ്യൂസർ അഡ്ജസ്റ്റ്മെന്റിന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പോയി ആ പെൺകുട്ടിയോട് ഇയാൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നില്ലേ. അത് കാരണം ആ കുട്ടി മാനസികമായി തകർന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് നായികയുടെ ഭർത്താവിൻ്റെ പേരിലും ആ പ്രൊഡ്യൂസറുടെ പേരിലും കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ കംപ്ലൈൻറ്റ് എടുത്ത പോലീസ് ഓഫീസർ നായികയുടെ ഭർത്താവ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ലോക്കപ്പിലിട്ടിരിക്കുകയാണ്. സ്റ്റേഷനിലേക്ക് വന്ന ഉടനെ നായിക പോയി ഭർത്താവിനോട്, എന്താ നിങ്ങൾക്കുണ്ടായത്? നിങ്ങൾ എന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നു വെച്ചിരിക്കുന്നത്? അമ്മായിയമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി എന്ന് പറയുമ്പോൾ, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും, ഞാനും പുറത്തു വരും എന്ന് പറയുന്നു. ഭർത്താവിൻ്റെ ഫ്രണ്ട് ഇൻസ്പെക്ടറോട് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. പാവം സാർ, കല്യാണം കഴിഞ്ഞിട്ട് വെറും 3 മാസമേ ആവുന്നുള്ളൂ, വിട്ടേക്ക് സാർ എന്ന് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഇൻസ്പെക്ടർ നമ്മുടെ നായികയെ നോക്കുന്നു. കുറച്ച് മോശമായ നോട്ടത്തിൽ നോക്കുന്ന പോലെ തോന്നും. അടുത്ത് വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ലോക്കപ്പിനുള്ളിൽ നിൽക്കുന്ന ഭർത്താവ് കാര്യങ്ങൾ പറയുന്നു. നീ മിണ്ടാതിരിക്കെ, ഈ കുട്ടി പറയട്ടെ എന്ന് പറയുമ്പോൾ നായിക തന്റെ അമ്മായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള കാര്യവും പെട്ടെന്ന് അവർക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. ഇൻസ്പെക്ടർ പറയുന്നു, നിന്റെ കഥയൊക്കെ കൊള്ളാം, എന്ത് തന്നെയായാലും നിങ്ങൾ സിനിമാക്കാരല്ലേ, ഒരു കഥ ഇറക്കി വിടാനല്ലേ വന്നിരിക്കുന്നത് എന്ന് അയാൾ പറയുന്നു. നായികയുടെ ഭർത്താവ് കെഞ്ചാണ്, സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ, എന്നെ വിട്ടേക്കുമെന്ന്. ഉടനെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, എന്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ? ഒരടി തന്നാൽ നീ എന്താ ചെയ്തതെന്ന് നാട് മുഴുവൻ അറിയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഭർത്താവിന്റെ ഫ്രണ്ട് വന്ന് പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല സാർ ഇവൻ, അവനെക്കുറിച്ച് മോശമായി സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ ഫ്രണ്ടിനെ വിളിച്ചിട്ട്, അവന് നീ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നിന്നെയും തൂക്കി അകത്തിട്ടിട്ട് നീയാണിതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ഉള്ളിലിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഈ ഇൻസ്പെക്ടർ വളരെ സ്ട്രിക്റ്റ് ആയി സംസാരിക്കുന്നത് കണ്ട് നായികയുടെ ഭർത്താവ് പറയാണ്, നീ ഇവിടെ നിൽക്കണ്ട, നീ ഇവിടെ നിന്നും പോ, നീ ഹോസ്പിറ്റലിലേക്ക് പോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഉടനെ തന്നെ പുറത്തു വരും എന്ന് പറയുമ്പോൾ നായികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. കാരണം ഹോസ്പിറ്റലിൽ അമ്മായി ഒറ്റയ്ക്കാണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുകയും വേണം, പണത്തിൻ്റെ ആവശ്യവുമുണ്ട്. ഇപ്പോൾ ഭർത്താവിൻ്റെ ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട്, നീ വാ, നിന്നെ ഞാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വിടാം, എനിക്കും കുറച്ച് ജോലി ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ, പോടാ അവളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വിട് എന്ന് പറഞ്ഞ് ഉള്ളിൽ നിന്നും ഭർത്താവ് ഒച്ചയെടുക്കുന്നുണ്ട്. ഭർത്താവ് കെഞ്ചുന്നത് കണ്ട് നമ്മുടെ നായിക ഇൻസ്പെക്ടറുടെ അടുത്ത് പോയി കെഞ്ചാൻ തുടങ്ങുകയാണ്. ദയവ് ചെയ്ത് എൻ്റെ ഭർത്താവിനെ വിടണം സാർ, ഞങ്ങൾക്ക് അടിയന്തരമായി ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുമ്പോൾ, അവനെ വിടുന്നത് കൊണ്ട് എനിക്ക് എന്താ ലാഭം എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം സാർ എന്ന് നായിക കെഞ്ചുന്നു. ശരി, ഒരു കാര്യം ചെയ്യേ, ഓപ്പറേഷനുള്ള 2 ലക്ഷം രൂപ ഞാൻ തരാം, എൻ്റെ കൂടെ 5 മിനിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് പോ എന്ന് അയാൾ ചോദിക്കുന്നു. ഇത് കണ്ടതും നായികയുടെ ഭർത്താവ് ഞെട്ടിത്തരിക്കുന്നു. ഭയങ്കര ടെൻഷനായി അലറാൻ തുടങ്ങുന്നു. എന്താണ് അയാൾ നമ്മളോട് ഇങ്ങനെ ചോദിച്ചത് എന്ന് വിചാരിച്ച് അവിടെ തന്നെ തകർന്നു പോയി നായിക ഇരിക്കുകയാണ്. നീയൊക്കെ ഒരു പോലീസ് ആണോടാ എന്ന് ചോദിച്ച് ലോക്കപ്പിനുള്ളിൽ നിന്നും നായികയുടെ ഭർത്താവ് ഭയങ്കരമായി ഒച്ചയിടാനും അലറാനും തുടങ്ങുന്നു. ഇതെല്ലാം ക്ഷമയോടെ കേട്ടു നിന്ന ഇൻസ്പെക്ടർ തിരിച്ചൊരൊറ്റ ഭീഷണിപ്പെടുത്തൽ. അത് കേട്ട് ഭർത്താവ് തന്നെ പേടിച്ച് സൈലൻ്റായി നിൽക്കുകയാണ്. നേരെ ഈ ഇൻസ്പെക്ടർ തന്നെ നായികയുടെ അടുത്തേക്ക് പോവാണ്. 5 മിനിറ്റ് നീ കണ്ണടച്ചാൽ 6ാമത്തെ മിനിറ്റ് അവൻ പുറത്തു വരും എന്ന് പറയുമ്പോൾ ലോക്കപ്പിനുള്ളിൽ നിന്നും അയാളെ കെഞ്ചിക്കൊണ്ടേയിരിക്കുകയാണ്. ദയവ് ചെയ്ത് വിട്ടേക്ക് സാർ എന്ന്. മറ്റൊരു വശത്ത് നായികയുടെ അമ്മായിയമ്മ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷന് 3 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ആ 3 ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ. നായിക ഈ മറുപടി പറയുന്ന ഭർത്താവ് സത്യമായിട്ടും പ്രതീക്ഷിച്ചിരിക്കില്ല. എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ, ശരി പോയി റെഡി ആയിട്ട് വാ എന്ന് പോലീസ് ഓഫീസർ പറയുന്നു. അതിനുശേഷം ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് നടന്നു പോകുന്നു. മഴയത്ത് നനഞ്ഞുകൊണ്ട്, അതായത് ഇത് തന്നെയാണ് നമ്മൾ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടത്. വീട്ടിൽ പോയി വാതിലടച്ച് ലോക്ക് ചെയ്തിട്ട് ഭയങ്കരമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് ഓഡിഷൻ അറ്റൻഡ് ചെയ്ത പെൺകുട്ടിയോട് എന്താണോ പറഞ്ഞത് അതേ വാക്കുകൾ തന്നെ ഒരു മാറ്റവുമില്ലാതെ ഈ പോലീസ് ഓഫീസർ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നു. ഏതോ ഒരു പെൺകുട്ടിയോട് അയാൾ പറയുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു പെൺകുട്ടിയുടെ വേദന അയാൾ ഒട്ടും മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ അതേ കാര്യം സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എത്രമാത്രം പെയിൻഫുൾ ആണെന്ന് ഇപ്പോൾ ലോക്കപ്പിനുള്ളിൽ നിന്നും അയാൾ ഭയങ്കരമായി അനുഭവിക്കുകയാണ്. അതിനുശേഷം കണ്ണീരോടെ വീട്ടിൽ നിന്നും റെഡിയായി ഒരു മഞ്ഞ കളർ സാരിയൊക്കെ കൊടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നെത്തുന്നു. ഈ ഇൻസ്പെക്ടറും പ്രതീക്ഷിച്ചില്ല അവൾ വരുമെന്ന്. നായിക വന്നതുകൊണ്ട് അയാൾ ഭയങ്കരമായി സന്തോഷിക്കുന്നു. അതിനുശേഷം ആ സ്റ്റേഷനിൽ വെച്ച് ഈ ഇൻസ്പെക്ടർ ഭാര്യയോട് അതിരുവിട്ട് പെരുമാറുന്നത് കണ്ട് ലോക്കപ്പിനുള്ളിൽ കിടന്ന് അയാൾ പെടയാണ്. ദയവ് ചെയ്ത് വിട്ടേക്ക് സാർ, ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ ഭാര്യയെ ശിക്ഷിക്കരുത്, കെഞ്ചി ചോദിക്കുകയാണ് സാർ, വിട് സാർ എന്ന് പറഞ്ഞുകൊണ്ട് കെഞ്ചിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ഇൻസ്പെക്ടർ അയാളുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ ലോക്കപ്പിനുള്ളിലിരുന്ന് അയാൾ ഭയങ്കരമായി കരയാണ്. സ്വന്തം ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കി അയാൾ പൊട്ടിക്കരയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു സ്വപ്നമാണ്. നായിക സ്റ്റേഷനിലുണ്ട്, എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല.
അവിടെയുള്ള ഇൻസ്പെക്ടർ ലോക്കപ്പ് ഓപ്പൺ ചെയ്ത് വിടും. നായിക ഉള്ളിപ്പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ആ സമയം നോക്കി പോലീസ് ഓഫീസർ വന്ന് ഭർത്താവിന്റെ കയ്യിൽ ഒരു വിലങ്ങണിയിച്ചിട്ട് ഈ ഇൻസ്പെക്ടർ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഭർത്താവ് കെഞ്ചാണ്. ആ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, എന്നാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ, എന്നെ വിട്ടേക്കൂ എന്ന് പറയുന്നു. ഇൻസ്പെക്ടർ പറയുന്നു, ഞാൻ പണം കൊടുത്തിരിക്കുന്നു, നീ പറഞ്ഞ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്, ആ പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പറഞ്ഞയക്ക് എന്ന് പറയുമ്പോൾ, സാർ ഞാൻ വേണമെങ്കിൽ പോവാം, ദയവായി അവളെ വിട് സാർ എന്ന് പറയുന്നു. നീ പോയി അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. നായികയുടെ ഭർത്താവ് പറയുന്നുണ്ട്, സാർ അവൾക്ക് എന്നോട് ജീവനാണ് സാർ, അതുകൊണ്ടാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്തു പറഞ്ഞാലും ചെയ്യാമെന്ന് പറഞ്ഞത്, എന്നാൽ അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അവൾ സത്യമായിട്ടും ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടാവില്ല എന്ന് അയാൾ കെഞ്ചുന്നു. ഇതുപോലെ തന്നെയാണ് സിനിമാ മോഹവുമായി പെൺകുട്ടികൾ സിനിമയിലേക്ക് വരുന്നത്. അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് ഇൻസ്പെക്ടർ പോയിന്റ് പിടിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. ഒരു പെൺകുട്ടി കംപ്ലൈന്റ് കൊടുത്തതുകൊണ്ടാണ് ഈ കാര്യം പുറത്തറിഞ്ഞത്. ഇതേപോലെ എത്ര പെൺകുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ നായികയുടെ ഭർത്താവ് പറയാണ്, സാർ ആ പ്രൊഡ്യൂസർ എനിക്കൊരു ജോലി തന്നു, ഞാൻ ആ ജോലി ചെയ്തു, അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്താ സാർ, എന്നെ സംബന്ധിച്ച് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് താൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നു. ഉടൻ ഇൻസ്പെക്ടർ പറയുന്നു, ശരി ഓക്കെ, നിന്റെ ഭാര്യയെ ആ സ്ഥാനത്ത് വെച്ച് നോക്കാം, അവർക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ നായികയുടെ ഭർത്താവ് റിയലൈസ് ചെയ്യാണ്. അതിനുശേഷം വിലങ്ങഴിച്ചു മാറ്റി രണ്ടുപേരെയും പുറത്തേക്ക് വരാൻ പറഞ്ഞ് ഇൻസ്പെക്ടർ പറയാണ്, ഓരോ പെൺകുട്ടിക്കും മാനം ജീവനേക്കാൾ വലുതാണ്, ആ മാനം കാക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോയി നിൽക്കരുത്, ഈ കുട്ടിയുടെ മുഖം കണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വിടുന്നത്, പൊക്കോ എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. അപ്പോൾ ഭർത്താവ് പറയാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾ തന്ന കാശ് ഞാൻ കൊണ്ടുവന്ന് തരാം സാർ എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ ചിരിക്കുന്നു. സത്യത്തിൽ ഇതെല്ലാം പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. നായികയുടെ ഭർത്താവിന്റെ ഫ്രണ്ടില്ലേ, അയാൾ കാശ് കൊണ്ടുവന്ന് പോലീസിന് കൊടുത്ത് ഇവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നേരം ഇൻസ്പെക്ടർ അവനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. പണം എനിക്ക് തരേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്ക് എന്ന് പറഞ്ഞയക്കുമ്പോൾ നായികയും ഭർത്താവും ആ സ്റ്റേഷനിൽ നിന്നും പുറത്തു വരുമ്പോൾ തന്നെ പോലീസുകാർ ആ പ്രൊഡ്യൂസറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ആ പെൺകുട്ടി കംപ്ലൈന്റ് കൊടുത്തത് ആ പ്രൊഡ്യൂസറുടെ പേരിലായിരുന്നു. ഇപ്പോൾ സ്റ്റേഷന്റെ പുറത്ത് ഭർത്താവിന്റെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാര്യയോട് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ ഇങ്ങനെ ആവശ്യമില്ലാതെ ലോക്കപ്പിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിന് എന്നോട് ക്ഷമിക്കണം, എന്നാൽ അവനെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ എനിക്കിതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഹീറോയും ഫ്രണ്ടും കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം നായിക മാത്രം തനിച്ച് നടന്നു പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഭർത്താവ് വന്ന് നായികയോട് സംസാരിച്ച് സമാധാനിപ്പിക്കുന്നു. ഞാൻ സിനിമയോട് ഭ്രാന്ത് പിടിച്ച് നടക്കുകയായിരുന്നു, വേഗം സിനിമയിൽ ഷൈൻ ചെയ്യണമെന്ന് കരുതി തന്നെ എനിക്കറിയാതെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കരയുന്നു. ഭാര്യയും ചിന്തിക്കുകയാണ്, അതേസമയം മനസ്സിലാക്കുന്നുമുണ്ട്. ഒരാവേശത്തിൽ ശരിയായ റൂട്ടിൽ പോകാതെ തെറ്റായ റൂട്ടിൽ പോയിട്ട് ഇപ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപേ, ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുന്നതിന് മുൻപേ ഈ കാര്യം പുറത്തറിഞ്ഞ് അയാൾ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്തു. ഇനി ഒരിക്കലും തീർച്ചയായിട്ടും ഈ പാത അദ്ദേഹം തിരഞ്ഞെടുക്കില്ല എന്ന് വിശ്വസിച്ച് നായികയും ഭർത്താവിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.